ഒരച്ഛനെ ചൂണ്ടിക്കാണിക്കാൻ പല മക്കളുണ്ടാകാം, പക്ഷെ ഒരു മകനെ ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനെ ഉണ്ടാകൂ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ. അതാണ് ശാസ്ത്രം. അതെങ്കിലും ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്ന് മനസ്സിലാക്കണം. ലേശം ഉളുപ്പ് വേണം കോൺഗ്രസ്സുകാരെ. ഒരു കുട്ടിക്ക് ജന്മം നൽകി അതിനെ പ്രസവാവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടു നിന്നവരെല്ലാം പിതാക്കളായി. അതാണ് ഈ കേരളത്തിലെ കോൺഗ്രസ്. കല്യാണം ക്ഷണിച്ച അന്നത്തെ ആവശ്യമൊന്നും പിന്നീട് ഒരു കോൺഗ്രസ്സുകാരനും കണ്ടില്ല. പക്ഷേ കുട്ടി ജനിച്ചപ്പോൾ ഇതാ അച്ഛന്മാർ പലതായി. കഴിഞ്ഞ ആഴ്ചത്തെ കേരളത്തിലെ ഏറ്റവും ചൂടുള്ള വാർത്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വത്തെപ്പറ്റിയുള്ള തർക്കങ്ങളും മറുതർക്കങ്ങളും മറുപടികളും ഒക്കെയായിരുന്നു. യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെ സ്വപ്നത്തിൽ ഗർഭം ധരിച്ചവരെ മറന്ന് വളർത്തച്ഛന്മാരുടെ പിന്നാലെ അല്ലേ ചില വലതുപക്ഷ മാധ്യമങ്ങളടക്കം ഓടി കിതച്ചതെന്ന് ഒരു സംശയം. 91 കർണാടക മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന MV രാഘവനാണ് സത്യത്തിൽ ആദ്യം വിഴിഞ്ഞമെന്ന സ്വപ്നം കണ്ടത്. അതിനു മുമ്പേ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു സ്വപ്നം കണ്ടിരുന്നത്രേ. MVRന്റെ കാലഘട്ടത്തിൽ ആദ്യം ചെയ്തത് തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജയകുമാർ എന്നൊരു വ്യക്തിയെ കൊണ്ടുവന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന ജയകുമാറിന്റെ നേതൃത്വത്തിൽ MV രാഘവന്റെ നിർദ്ദേശപ്രകാരം പദ്ധതിയുമായി അന്ന് ഒരുപാട് മുന്നോട്ട് പോയി. അടിസ്ഥാന രേഖകൾക്ക് മുഴുവൻ രൂപം നൽകിയത് അക്കാലത്താണ്. തുടർന്ന് കുമാർ ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും മന്ത്രിസഭയുടെ കാലാവധി തീർന്നതോടെ പദ്ധതി അവിടെ സ്റ്റോപ്പായി. 2001 കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് രാഘവൻ വീണ്ടും തുറമുഖ മന്ത്രിയായി വന്നപ്പോൾ ഒന്നുകൂടി പദ്ധതി പൊടിതട്ടിയെടുത്തു. അക്കാലത്ത് ഒരു ചൈനീസ് കമ്പനിയുമായി ഒപ്പിട്ടു. പക്ഷേ കേന്ദ്രത്തിന്റെ പ്രതിരോധ ക്ലിയറൻസ് കിട്ടാതിരുന്നത് കൊണ്ട് അത് നടപ്പായില്ല. പിന്നീട് വന്ന പല മന്ത്രിസഭകൾ കടമകൾ ആചരിക്കുന്നത് പോലെ എന്തെല്ലാമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും സാധിച്ചില്ല. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റിൽ KM മാണിയാണ് 150 കോടി രൂപ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ആദ്യമായി വകയിരുത്തുന്നത്. അക്കാലത്ത് കേരളത്തിന്റെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായിരുന്ന KM ചന്ദ്രശേഖരനും ബോർഡംഗങ്ങളായി ഇരുന്ന CP ജോണും വിജയരാഘവനും ഇതിനുവേണ്ടി ഏറെ ശ്രമിച്ചു. രാഘവൻ വിഴിഞ്ഞം തുറമുഖത്തെ സ്വപ്നത്തിൽ ഗർഭം ധരിച്ച കാലം മുതൽ ഇതിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് CP ജോൺ. KV തോമസിന്റെ ഡൽഹിയിലെ വീട്ടിൽ KM ചന്ദ്രശേഖരൻ മുൻകൈയെടുത്ത് നടത്തിയ പ്രഭാത വിരുന്നിലെ ചർച്ചയിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുവാൻ തുടങ്ങിയത്. 91 തന്നെ മുഖ്യമന്ത്രി കരുണാകരന്റെ ഒരു പത്തേമാരി വിഴിഞ്ഞം തടിപ്പിച്ച് എല്ലാവർക്കും ഉത്തേജനം നൽകിയ ഡിക്രൂസ് എന്ന ഒരാളെയും ആരും മറക്കരുത്. ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ പിതാവെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം മനസ്സിലാക്കാതെ പോയ കാര്യങ്ങളാണ് ഇവിടെ ഇതുവരെ പറഞ്ഞത്. ഗർഭം ധരിച്ചവനെ മാറ്റി നിർത്തി പ്രസവമെടുത്ത ഡോക്ടർ ഞാനാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. നട്ടവനെയും നനച്ചവനെയും മറക്കുന്ന മാങ്ങപറിക്കൽ പരിപാടി ആന്റണി കോൺഗ്രസുകാർ ഇനിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കണം. കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നീ 3 മുഖ്യമന്ത്രിമാരുടെ കീഴിൽ 10 വർഷക്കാലം തുറമുഖ മന്ത്രിയായിരുന്ന രാഘവന് പക്ഷേ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് മുമ്പ് തന്നെ കാലയവനികയ്ക്കുള്ളിൽ മറയേണ്ടി വന്നു. 91 മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്നു. 2001 ഇതേ ഉമ്മൻചാണ്ടി UDF കൺവീനർ. MVRനെ പ്രോത്സാഹിപ്പിക്കാൻ കെ കരുണാകരനല്ലാതെ മറ്റൊരാളും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. 2011 ഇതേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ MVR പാകം ചെയ്തു വച്ചത് എടുത്ത് വിളമ്പി എന്നല്ലാതെ മറ്റൊന്നും കൂടുതലായി ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ കരാറിൽ ഒപ്പിട്ടു എന്നതൊഴിച്ചാൽ ഉമ്മൻചാണ്ടി എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചെയ്തത് എന്ന് കോൺഗ്രസുകാർ പോലും ഒന്ന് പറഞ്ഞു തരണം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ധൃതി പിടിച്ച് കരാർ ഒപ്പിട്ടെങ്കിലും മന്ത്രിസഭ മാറി വരികയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് തുറമുഖത്തിന്റെ പണി നടക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയൻ തന്നെയെന്ന് അദ്ദേഹത്തിന് അഭിമാനിക്കാം. കാരണം അന്ന് കേരള ഭരണകൂടത്തിന്റെ തലവൻ ഇതുവരെ പിണറായി വിജയൻ തന്നെയാണ്. തടസ്സങ്ങളില്ലാതെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയൻ വേണ്ട രീതിയിലൊക്കെ ശ്രമിച്ചു. ഒരു കുട്ടിക്ക് ജന്മം നൽകി അതിനെ പ്രസവാവസ്ഥയിൽ എത്തിച്ചു കഴിയുമ്പോൾ കണ്ടു നിന്നവരെല്ലാം പിതൃ അവകാശികളായി എന്നതാണ് ഇപ്പോഴും നാം കണ്ടത്. 2011 വിഴിഞ്ഞം തുറമുഖത്തെ വിമർശിച്ചവർ ഇപ്പോൾ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ചരിത്രം അറിയുന്നവർ ഊറിച്ചിരിക്കുന്നു. എന്തായാലും കോൺഗ്രസുകാർക്ക് ആശ്വസിക്കാം, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി 2026 തങ്ങൾ ഭരണം പിടിക്കുമ്പോൾ അതിന് ഉമ്മൻചാണ്ടിയുടെ പേടുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വെല്ലുവിളി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് മാറുമ്പോൾ പിണറായി വിജയനും ഇടത് സർക്കാരും ചെയ്ത പ്രയത്നങ്ങൾ ചരിത്രരേഖകളിൽ തങ്കലിപികളിൽ എഴുതി വയ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.